തർക്കങ്ങൾ മുസ്ലിമീങ്ങൾ ഉപേക്ഷിക്കണം. ആവശ്യമുള്ളത് ആവശ്യമുള്ളവർ ആവശ്യമുള്ള സ്ഥലത്ത് തർക്കിക്കാവുന്നതാണ്. റോഡിൽ വൈകുന്നേരം മുഴുവനും പറഞ്ഞു നടക്കുന്ന ഇന്നത്തെ രീതിയിൽ നമ്മൾ പുറകോട്ട് പോകണം. ചിന്തിക്കണം, വളരെ ആലോചിക്കണം. മുമ്പ് എന്നോട് യാത്രക്കടയിൽ ഒരാൾ ഒരു തമാശ പറഞ്ഞു. ഒരു സായിപ്പും മാദാമയും ഇസ്ലാമിൽ ആകൃഷ്ടരായി മുസ്ലിമായിട്ട് ഹജ്ജിന് വന്നു. ഇസ്ലാമിൽ ആകൃഷ്ടരായി ഇസ്ലാം വളരെ നല്ല മതാന്ന് മനസ്സിലാക്കിയിട്ട് അവർ ഹജ്ജിന് വന്ന് നോക്കുമ്പോൾ മുസ്ലിമീങ്ങളെ കണ്ടപ്പോ അവർക്ക് വലിയ ബേജാർ തോന്നി. പടച്ചതമ്പുരാനെ, ഇത് ഇത്ര മോശപ്പെട്ട കടിപൂടി കൂടുന്ന ഒരു കൗമാണ് എന്ന് കണ്ടപ്പോ അവർക്ക് ബേജാറായി. അതിന് മാദാമ സാഹിബിനോട് പറഞ്ഞത്രേ, ഇതാണ് ഈ കൗമിന്റെ സ്വഭാവമെങ്കിൽ നമുക്ക് നമ്മളെ പഴയ മതത്തിൽ തന്നെ മടങ്ങി പോവാ, അതാ നമുക്ക് നല്ലത്. അപ്പൊ സായിപ്പ് മാതാമനോട് പറഞ്ഞത്രേ, അങ്ങനെ പറയല്ലേ, ഒരു അൽഹംദുലില്ലാ എന്ന് പറയേ. ഈ മനുഷ്യന്മാരെ കണ്ണിന്റെ മുമ്പ് മുസ്ലിം ആകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തന്നല്ലോ എന്ന് പറയാം. ഇവരെ കണ്ടിട്ടാണെങ്കിൽ നമ്മൾ ഒരിക്കലും സംഗതി വലുതാണെങ്കിലും വളരെ ഗൗരവമുള്ളൊരു വാക്കാണ്. മുമ്പ് മുസ്തഫ അത്താതുർക്ക് പറഞ്ഞതായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിലവിലുള്ള മുസ്ലിമീങ്ങളെ ഒക്കെ കൊന്നുകയാണെങ്കിൽ ലോകത്തിലുള്ള അന്യ സമുദായക്കാരെയൊക്കെ ഞാൻ മുസ്ലിമാക്കി തരാം എന്ന് പറഞ്ഞത് പ്രാന്തൻ മുസ്തഫ അത്താതുർക്കാണെങ്കിലും അതിൽ ചിന്ത ഒളിഞ്ഞിറക്കണം. ഇത് നമ്മൾ ചിന്തിക്കണം, വളരെ നമ്മൾ ആലോചിക്കണം. ഇത് മുസ്ലിം സമുദായ അനൈക്യം കെടുത്തി. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് സത്യത്തിൽ ഇനി നമ്മൾ ഈ അനൈക്യത്തിന്റെ പേരിൽ ഇന്ന് ലോകത്തെ ഏറ്റവും വിഷമിക്കുന്നത് മുസ്ലിമീങ്ങളാണ്. അതിന്റെ ഫലം അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളാണ്. ഇന്ന് പരസ്പരം ഒന്ന് കൈകോർക്കുകയാണെങ്കിൽ ഏറ്റവും സാഹചര്യവും നമുക്ക് തന്നെയാണ്. പക്ഷെ ഈ ബോധം നമുക്ക് ഇപ്പോഴും വന്നിട്ടില്ല. ആ ബോധം അള്ളാഹുവിന് വരെ വേലി കെട്ടും, അള്ളാഹ്ക്കരെ വേലി കെട്ടും. ഒരു പള്ളി ഉണ്ടാക്കാൻ തന്നെ ആളില്ലാത്ത സ്ഥലത്ത് നമ്മൾ മൂന്നാണെങ്കിൽ തിരക്കടില്ല, അവിടുന്ന് പോകും. ആർക്കും കുഴപ്പമില്ല. ആർക്കാണെങ്കിലും നേരെ പള്ളി ചെറിയ ഒരു അങ്ങാടിയിൽ 2 പള്ളി ഉണ്ടാക്കിയിട്ട് 3ാമത്തെ പള്ളി ഒരു അറബിയെ കൊണ്ട് തറക്കല്ലിടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെ അറബിനെ അതിന് കിട്ടി, എങ്ങനെ കിട്ടിയത്? ഇവിടെ ഇപ്പോൾ 2 പള്ളി ഇല്ലേ? അപ്പൊ പറഞ്ഞു, ആ പാർട്ടി ഇതിനെ കൊണ്ടുവരാതെ മറ്റേ സൈഡിൽ കൂടി ആ അറബിയെ കൊണ്ടുവന്നത്. മനസ്സിലായില്ല നിങ്ങൾക്ക്? തിരിഞ്ഞില്ല, അത് തിരിയേണ്ട മസലയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? നേരം വഴിക്കണ് വരികയാണെങ്കിൽ നേരെ റോട്ടിൽ നിന്ന്, കോഴിക്കോട്ട് നിന്ന് നേരെ റോട്ടിൽ വരികയാണെങ്കിൽ ഈ 2 പള്ളി കണ്ടിട്ടേ അപ്പുറത്തേക്ക് പോവുള്ളൂ. അതിന് ഇവരെന്ത് ചെയ്യുന്നറിയോ? ഇവര് പൂനൂര് വഴി അങ്ങനെ ചിറ്റീട്ട് കൊയിലാണ്ടി വഴി ഇങ്ങനെ തിരിഞ്ഞിട്ട് അതിനെ ഒരു 25 കിലോമീറ്റർ ഏറെ ഓടിയിട്ട് അങ്ങനെ വളവനെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു. അതിന്റെ അപ്പുറത്തേക്ക് കയറിയില്ല, വേഗം അത് സ്ഥലം കാണിച്ചു കൊടുത്ത് അടുത്ത പേടിയെന്ന് അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചായയും കടിയും കൊടുത്തിട്ട് അറബിന്റെ ബില്ല് വസാക്കി വേഗം അറബിനെ പറഞ്ഞയച്ചു. ഒരു വളവുണ്ടായതുകൊണ്ട് ഒരു പള്ളിയും കൂടെ കിട്ടി. ഇതപ്പോ നമ്മുടെ അവസ്ഥ. ഇനിയിപ്പോ ഈ പള്ളിന്റെ അവസ്ഥ എന്തായാലും ആരാവും നിസ്കരിക്കാനുള്ളത്? അതിൽ നല്ലൊരു ആംപ്ലിഫയർ ഉണ്ടാവും, ഒരു മല്ലാക്കി ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു കാട്ടിപ്പിടിയുടെ സമുദായമായി നമ്മൾ മാറി. എവിടെയും ഇതൊക്കെ ഇനിയെങ്കിലും അവസാനിപ്പിക്കണം, വളരെ ചിന്തിക്കണം. ഈ വിഷയത്തിൽ പുതിയ പണ്ഡിത പ്രവർത്തകന്മാർ നേതൃത്വം കൊടുക്കലും ആവശ്യമാണ്. എന്നോ തെറ്റിയ ഒരു അബദ്ധത്തിന്റെ പേരിൽ ഇനിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാശി പറഞ്ഞെടുക്കണമെന്നോ ഒരു നല്ല അഭിപ്രായം അല്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇനിയെങ്കിലും മനുഷ്യന്മാർക്കൊക്കെ നന്നാവാൻ ശ്രമിക്കൽ നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഐക്യം മുസ്ലിം സമുദായത്തിന് ആവശ്യമാണ്. ഇനി അതിന്റെ പേരിൽ ഇന്ന് കെടുതി അനുഭവിക്കുന്ന ഏറ്റവും മോശപ്പെട്ടവർ നമ്മളാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അനുഭവിച്ചില്ലേ? നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. അനേകം നമ്മൾ അവസാനിപ്പിക്കണം മുസ്ലിമീങ്ങളെ. ഞാൻ ഹൃദയത്തിൽ നിന്നാണ് ഇത് പറയുന്നത്, ഞാൻ തമാശ പറയല്ല. അത് എന്തെങ്കിലും നിലക്ക് നമ്മൾ വിഷയം മനസ്സിലാക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഒരാശയത്തിന്റെ പേരിലുള്ളവരെങ്കിലും ഇതിന്റെ പേരിൽ ഐക്യപ്പെടാൻ തയ്യാറാണ്. പുണ്യനബി പറഞ്ഞു, അന്ത്യനാളിന്റെ പരിപാടി എന്താണെന്നറിയോ? നല്ല രസമുണ്ട്. കോഴിക്കോട്ടൊക്കെ ഇപ്പൊ വലിയ ഇഫ്താറിന്റെ പരിപാടിയാണ്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? കോഴിക്കോട്ട് എന്നോ ഇഫ്താറാണ്. ഇഫ്താർ ആരാ? കീരിയും പാമ്പും കൂടിയാ ഇഫ്താർ നടത്തുന്നത്. പിറ്റേന്നും പഴയ പരിപാടി തന്നെയാണ്. അവര് ചീത്ത പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇനി പോണത് ചീത്ത അറിയാൻ തന്നെയാണ്. മിണുങ്ങണ നേരത്തെ മാത്രം
ഇതിനാണ് യഖ്തലിഫൂന ബിൽ അൽസിനതി വലാ യതബാഗലൂന ബിൽ ഖുലൂബ്. മുഹമ്മദ് നബി പറഞ്ഞത് മുഹമ്മദ് നബി പറഞ്ഞത് പറയാൻ ഇവിടെ ഒരു വാപ്പാനെയും പേടിക്കേണ്ടത് ഇല്ലാത്തതുകൊണ്ടാണ് റഹ്മത്തുള്ളത് പറഞ്ഞത്. ഒന്നും കൂടി ഞാൻ അത് പറഞ്ഞേക്കാം. പുണ്യനബി പറഞ്ഞു അന്ത്യനാളിലെ മനുഷ്യരെ അവസ്ഥ. പുണ്യനബി പറഞ്ഞു അന്ത്യനാളിലെ അയിമ്മത്തിന്റെ അവസ്ഥ, അന്ത്യനാളിലെ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കളെ അവസ്ഥ, മുസ്ലിം സമുദായത്തിലെ ഓരോ വിഭാഗത്തിന്റെയും നേതാക്കളെ അവസ്ഥ പറഞ്ഞിട്ട് പുണ്യനബി പറഞ്ഞു യഖ്തലിഫൂന ബിൽ അൽസിനതി, വായ കൊണ്ട് അവർ പരസ്പരം യോജിക്കും, വയതബാഗലൂന ബിൽ ഖുലൂബി, ഹൃദയം കൊണ്ട് പരസ്പരം അവർ വെറുക്കുകയും ചെയ്യും. കൂടിയാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വാക്ക് പറയും. ചീത്ത പറഞ്ഞുകൊണ്ട് വന്നതാണ്, ചീത്ത പറഞ്ഞുകൊണ്ട് പോകുക. നിങ്ങൾ ചിന്തിക്കും പെരുന്നാൾ വരാൻ പോണത് അള്ളാന്റെ തൊപ്പിക്കോട് കൊടുത്തൊന്ന് ഒന്നാക്കി കിട്ടിയാൽ മതിയായിരുന്നു. കഴിഞ്ഞ കൊല്ലം കുടുങ്ങിയ കുടുങ്ങമൊക്കെ ഈ കഴിഞ്ഞ കൊല്ലം കുടുങ്ങിയവര് മുഴുവനും ഈ ഇഫ്താറിൽ അങ്ങോട്ട് പറയും. നിങ്ങൾക്ക് മാനക്കേടുണ്ടോ? നിങ്ങൾക്ക് മാനക്കേടുണ്ടെങ്കിൽ എനിക്ക് മാനക്കേടില്ല, എനിക്കിതൊന്നും പറയാൻ മാനക്കേടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? കഴിഞ്ഞ കൊല്ലം ഇതേ ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുത്ത ആളുകളാണ് പിന്നെ പെരുന്നാൾ ഉണ്ടാക്കി തല്ലുണ്ടാക്കി. ഇഫ്താറിൽ മാത്രം പത്തക്ക് മുണുങ്ങണോടത്ത് മാത്രം എന്തായിരിക്കാം മനുഷ്യന്മാർ. ഞാൻ ഒന്നുണ്ടായിട്ട് പറയല്ല, ഈ അവസ്ഥയ്ക്ക് നമ്മൾ മാറ്റം നമ്മൾ മനസ്സുകൊണ്ട് യോജിക്കണം. ഈ മനസ്സുകൊണ്ട് യോജിപ്പ് നമ്മൾ വന്നിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിക്കും. ഇന്ന് നമ്മൾ ആ നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തെ അംഗീകരിക്കാൻ മറ്റുള്ളവർ തയ്യാറാണ്, അല്ലെങ്കിൽ നമുക്ക് നാശങ്ങൾ സംഭവിക്കും. അത് വളരെ ചിന്തിക്കണം. ഏറ്റവും ചുരുങ്ങിയത് പാണക്കാട് സയ്യിദ് കുടുംബം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമാണ്. അത് അംഗീകരിക്കാതിരുന്നത് കാര്യമല്ല, അത് അംഗീകരിക്കപ്പെടുന്നത്. അവർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത നിഅമത്ത് വളരെ വലുതാണ്. അല്ലാഹു തആല നേതൃത്വത്തെ നിലനിർത്തട്ടെ. എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അപ്പൊ ആ നേതൃത്വത്തിനെയെങ്കിലും അംഗീകരിക്കാനുള്ള ഒരു സ്വാഭാവികമായ സന്മനസ് കാണിക്കണം. വളരെ ചിന്തിക്കണം. ആ നേതൃത്വത്തെയെങ്കിലും അംഗീകരിക്കുന്ന ഒരു രീതി കേരളത്തിൽ കൊണ്ടുവരണം. ഇത് വളരെ പ്രധാനപ്പെട്ട. അല്ലാതെ ഐക്യണ്ടാവണം എന്ന് പറഞ്ഞാൽ അത് ഒരാളെങ്കിലും അംഗീകരിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അർറാകിബു ശൈത്വാനുൻ വറാകിബാനി ശൈത്വാനാനി വറഖബു സലാസാ ഫഅക്സർ. ഒരാൾ